എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമ്മളൊരു കാര്യത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കും. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചിന്തകളെ മാറ്റിമറിച്ച, ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾക്ക് പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ടിരിക്കുന്ന ഈ വരികൾ ഏത് പുസ്തകത്തിലേതാണെന്നറിയാമോ? അതെ, പൗലോ കൊയ്ലോയുടെ വിഖ്യാത നോവൽ ദി ആൽക്കമിസ്റ്റ്. ഒരു സാധാരണ ആട്ടിടയൻ ചെറുപ്പക്കാരൻ തന്റെ സ്വപ്നങ്ങളിലെ നിധി തേടി നടത്തുന്ന ഒരു മാന്ത്രിക യാത്രയുടെ കഥയാണിത്. നമ്മുടെയൊക്കെ ജീവിതവുമായി ഈ കഥയ്ക്ക് എന്തു ബന്ധമാണുള്ളത്? ജീവിതത്തിൽ പരാജയപ്പെടുമെന്ന് പേടിച്ചിരിക്കുന്നവർക്ക് ഈ പുസ്തകം എങ്ങനെയൊരു വഴിവിളക്കാകും? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദി ആൽക്കമിസ്റ്റ് എന്ന പുസ്തകത്തിന്റെ ഡീറ്റെയിൽഡ് റിവ്യൂവിനെക്കുറിച്ചാണ്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ ചിന്തകളെ സ്വാധീനിച്ച ബ്രസീലിയൻ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ ദി ആൽക്കമിസ്റ്റ് എന്ന വിഖ്യാത നോവലിനെക്കുറിച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ ആ പുസ്തകത്തിനുള്ള പ്രസക്തിയെക്കുറിച്ചും സംസാരിക്കാനാണ് ഞാനിന്നിവിടെ നിൽക്കുന്നത്. സാന്റിയാഗോ എന്ന ആട്ടിടയൻ ചെറുപ്പക്കാരന്റെ കഥയാണ് ഈ നോവൽ പറയുന്നത്. ഈജിപ്തിലെ പിരമിഡുകളിൽ ഒളിഞ്ഞിരിക്കുന്ന തന്റെ നിധി തേടിയുള്ള അവന്റെ യാത്രയും ആ യാത്രയിൽ അവൻ നേടുന്ന തിരിച്ചറിവുകളുമാണ് പുസ്തകത്തിന്റെ പ്രമേയം. കേവലം ഒരു കഥ എന്നതിനപ്പുറം ഓരോ മനുഷ്യനും തന്റെ ജീവിതത്തിൽ കണ്ടെത്തേണ്ട ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള വലിയൊരു തത്വശാസ്ത്രമാണ് ഈ കൃതി മുന്നോട്ടുവയ്ക്കുന്നത്. നോവലിൽ ഇതിനെ പേഴ്സണൽ ലെജൻഡ് അഥവാ വ്യക്തിപരമായ നിയോഗം എന്ന് വിളിക്കുന്നു. സുഹൃത്തുക്കളെ, നാം ജീവിക്കുന്ന ഈ 2026 ആധുനിക ലോകത്തേക്ക് ഈ പുസ്തകത്തെ ഒന്ന് ചേർത്തുപിടിച്ചു നോക്കൂ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI സാങ്കേതികവിദ്യയും അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ വിപണിയും നമ്മുടെ ജീവിതത്തിന്റെ വേഗത കൂട്ടിയിരിക്കുന്നു. ഇതിനിടയിൽ പലപ്പോഴും നാം നമ്മളോട് തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? എന്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് സാന്റിയാഗോയുടെ യാത്ര. ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് പരാജയപ്പെടുമോ എന്ന ഭയവും അനിശ്ചിതത്വവും. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ, മാനസിക സമ്മർദ്ദങ്ങൾ, ആഗോളതലത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ എന്നിവ നമ്മെ തളർത്താറുണ്ട്. ഇവിടെയാണ് കൊയ്ലോയുടെ വരികൾ നമുക്ക് പ്രകാശമാകുന്നത്. അദ്ദേഹം പുസ്തകത്തിൽ പറയുന്നു, ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനെ അസാധ്യമാക്കുന്ന ഒരേയൊരു കാര്യമേയുള്ളൂ, അത് പരാജയപ്പെടുമോ എന്ന ഭയമാണ്. നാം ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ പ്രതിസന്ധികൾ സ്വാഭാവികമാണ്. സാന്റിയാഗോയ്ക്ക് തന്റെ യാത്രയ്ക്കിടയിൽ സമ്പാദ്യമെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ അവൻ അവിടെ തളർന്നുപോയില്ല. സ്ഫടികപാത്രങ്ങൾ വിൽക്കുന്ന കടയിൽ ജോലി ചെയ്ത് അവൻ വീണ്ടും പണം സമ്പാദിക്കുകയും യാത്ര തുടരുകയും ചെയ്യുന്നു. ഇന്നത്തെ കോവിഡ് അനന്തര ലോകത്തും യുദ്ധങ്ങളും സാമ്പത്തിക മാന്ദ്യങ്ങളും തകർത്ത അന്തരീക്ഷത്തിലും മനുഷ്യൻ കാണിച്ച അതിജീവനത്തിന്റെ കരുത്ത് ഇതാണ്. വീണുപോയേക്കാം, എന്നാൽ എഴുന്നേറ്റ് നടക്കുക എന്നതാണ് പ്രധാനം. ഈ നോവലിലെ ഏറ്റവും മനോഹരമായ മറ്റൊരു ആശയം പ്രപഞ്ചത്തിന്റെ ഭാഷയെക്കുറിച്ചാണ്, ലാംഗ്വേജ് ഓഫ് ദ യൂണിവേഴ്സ്. നാം ഒരു കാര്യത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ ഈ പ്രപഞ്ചം മുഴുവൻ നമ്മോടൊപ്പം നിൽക്കും എന്നതാണത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ചിന്താഗതിയുടെ പ്രാധാന്യം പൗലോ കൊയ്ലോ വർഷങ്ങൾക്ക് മുൻപേ ഇതിലൂടെ പറഞ്ഞുതന്നു. നമ്മുടെ ലക്ഷ്യങ്ങളിൽ വിശ്വസിക്കുകയും അതിനായി കഠിനാധ്വാനം ചെയ്യുകയും ചെയ്താൽ വഴിവിളക്കുകളായി പ്രപഞ്ചം അടയാളങ്ങൾ കാണിച്ചുതരുമെന്ന് നോവൽ ഓർമ്മിപ്പിക്കുന്നു. കൂടാതെ ഈ യാത്രയുടെ ഒടുവിൽ സാന്റിയാഗോ തിരിച്ചറിയുന്ന ഒരു വലിയ സത്യമുണ്ട്: താൻ യാത്ര തിരിച്ച ആ പഴയ സ്പെയിനിലെ പള്ളിയുടെ തറയ്ക്കടിയിൽ തന്നെയുണ്ടായിരുന്നുവെന്ന്. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. സന്തോഷവും സമാധാനവും വിജയവും നാം ബാഹ്യലോകത്ത് എവിടെയോ ആണ് തിരയുന്നത്. എന്നാൽ യഥാർത്ഥ നിധി ഒളിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്, നമ്മുടെ ചുറ്റുമുള്ള ചെറിയ സന്തോഷങ്ങളിലാണ്. ഡിജിറ്റൽ ലോകത്തിന്റെ തിരക്കുകളിൽപ്പെട്ട് സ്വന്തം മനസ്സിന്റെ ശബ്ദം കേൾക്കാൻ മറന്നുപോകുന്ന ഇന്നത്തെ തലമുറ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകമാണിത്. ഇൻസ്റ്റാഗ്രാം റീലുകളുടെയും സോഷ്യൽ മീഡിയ ലൈക്കുകളുടെയും താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം ജീവിതത്തിന് വലിയൊരു ലക്ഷ്യമുണ്ടെന്ന് ഈ പുസ്തകം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അവസാനമായി പുസ്തകത്തിലെ ഒരു വരി കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു: നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയായിരിക്കും നിന്റെ നിധിയും. നമ്മുടെ ഹൃദയത്തിന്റെ ശബ്ദം കേൾക്കാനും സ്വപ്നങ്ങളെ പിന്തുടരാനും ഈ ആധുനിക യുഗത്തിലും ഒരു ആൽക്കമിസ്റ്റായി മാറി നമ്മുടെ ജീവിതത്തെ സ്വർണ്ണമാക്കി മാറ്റാനും നമുക്ക് സാധിക്കട്ടെ. നന്ദി, നമസ്കാരം.